ഞാൻ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കണം. അന്ന് 2-3 പീസായിട്ടാണ് കൊടുത്തിരുന്നത്. ഒരുമിച്ച് ശമ്പളം കൊടുക്കണം, 1-ാം തീയതി ശമ്പളം കൊടുക്കണം. ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിലെങ്കിലും കൊടുക്കണമെന്ന് അദ്ദേഹം എന്നോട് നിർബന്ധമായി പറഞ്ഞിരുന്നു. അദ്ദേഹം ഏൽപ്പിച്ച ഒരു ചുമതല നിർവഹിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. KSRTC ജീവനക്കാർക്ക് ഒരു സന്തോഷ വാർത്ത. KSRTCയിലെ ശമ്പള പ്രതിസന്ധി അവസാനിക്കുകയാണ്. ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതി തന്നെ KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കും. കഴിഞ്ഞ വർഷമാണ് ഗതാഗത മന്ത്രിയായിട്ട് KB ഗണേഷ് കുമാർ അധികാരമേൽക്കുന്നത്. ഗണേഷ് കുമാർ അധികാരമേറ്റതിനു ശേഷമുള്ള ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കുമെന്ന്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് മുഖ്യമന്ത്രി KB ഗണേഷ് കുമാറിന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ അവസാനമാണ് ഇപ്പോൾ വ്യക്തമായിട്ട് KSRTCയുടെ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയതിനു ശേഷം ബാക്കി ബാങ്കുമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ശരിയാക്കിയതിനു ശേഷം ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം കിട്ടുന്നത്. മന്ത്രി തന്നെ ഇന്ന് പത്രസമ്മേളനം വിളിച്ചാണ് വ്യക്തമാക്കിയത്. ഇന്ന് പത്രസമ്മേളനം കഴിയുമ്പോഴത്തേക്കും ജീവനക്കാർക്ക് ശമ്പളം അക്കൗണ്ടിൽ ലഭിച്ചു തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എങ്ങനെയാണ് KSRTCയെ മാറ്റിയത് മാത്രമല്ല ജീവനക്കാർക്ക് എങ്ങനെയാണ് ശമ്പളം ലഭിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗണേഷ് കുമാറിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. വളരെ സന്തോഷമുള്ളൊരു വാർത്ത പറയാനാണ് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചത്. കേരളത്തിലെ ജനങ്ങൾക്കും KSRTC ജീവനക്കാർക്കും മാധ്യമങ്ങൾക്കും ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ്. KSRTC ജീവനക്കാർക്ക് ഇന്ന് മുതൽ ശമ്പളം 1-ാം തീയതി കൊടുക്കാൻ തുടങ്ങിയാണ്. ഇന്നിപ്പോൾ 1 ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി അവരുടെ ശമ്പളം അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറും. ഈ നിമിഷം മുതൽ ഏത് നിമിഷവും അക്കൗണ്ടിലേക്ക് പൈസ വരും. ഇനി മേലിൽ എല്ലാ മാസങ്ങളിലും 1-ാം തീയതി KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഇടതുപക്ഷ മുന്നണി സർക്കാരിന് കഴിയുന്നു എന്ന അഭിമാനകരമായ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ KSRTCക്ക് വലിയൊരു സഹായം, ഏതാണ്ട് 625 കോടി രൂപയുടെ സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശക്തമായ നേതൃത്വവും പിന്തുണയും അദ്ദേഹം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി വിജയിപ്പിക്കുന്നത്. 2021 6-ാം മാസത്തെ ശമ്പളം 2021 ജൂലൈ മാസം 2-ാം തീയതി കൊടുത്തതിന് ശേഷം KSRTCക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കാനോ 1-ാം തീയതി ശമ്പളം കൊടുക്കാനോ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രകടമായ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് വലിയൊരു പരിശ്രമം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ ശക്തമായ ഒരു പിന്തുണയുടെ പുറത്തുണ്ടായ ഒരു വലിയ പരിശ്രമം, ഒരു പുതിയ പരീക്ഷണം നടത്തിക്കൊണ്ട് KSRTCക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്. സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതാണ്ട് 50 കോടി രൂപ സർക്കാർ ഒരു മാസം ശമ്പളത്തിനായി KSRTC നൽകുന്നുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മാസം മുതൽ ഇനി വരുന്ന മാസങ്ങളിലെല്ലാം കൃത്യമായി 1-ാം തീയതി KSRTC ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ ശമ്പളം മാറി വരും എന്ന സന്തോഷ വാർത്തയാണ് വളരെ നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ കരുത്തുറ്റ ഒരു നേതൃത്വം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ളൊരു നേതൃത്വവും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളുമാണ് ഇത് വിജയിപ്പിച്ചത്. KSRTCയുടെ വളരെ മോശമായ കണ്ടീഷനിൽ നിന്നും KSRTCക്ക് തനിച്ച് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. 10,000 കോടി രൂപയോളം പല ഘട്ടങ്ങളിലായി ഇടതുപക്ഷ മുന്നണി സർക്കാർ KSRTCക്ക് നൽകി. ഇപ്പോഴും ഒരു മാസം 50 കോടി രൂപ ശമ്പളമായി തരുന്നുണ്ട്. അതങ്ങനെ തന്നെ നിലനിൽക്കും. ആ സഹായത്തോടെ തന്നെ KSRTCയുടെ ചെലവ് ചുരുക്കലും KSRTCയുടെ വരുമാന വർധനവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് KSRTCക്ക് വലിയൊരു നേട്ടം, ലാഭത്തിലേക്ക് കടന്നു എന്നൊന്നും പറയില്ല, പക്ഷെ വലിയ ഒരു വ്യത്യാസം KSRTCയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജീവനക്കാരുടെ സഹകരണം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വലിയ ഒരു 95% ജീവനക്കാരും ഈ പുതിയ പരിഷ്കാരങ്ങളോട് സഹകരിക്കുകയും അവരെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് ഫലമായി ചില നേട്ടങ്ങൾ KSRTC ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വിശദീകരിക്കാം. ആദ്യമായി ഏതാണ്ട് 79.67 കോടി രൂപയാണ് ഇന്ന് ശമ്പളം ഇനത്തിൽ മാറിക്കൊടുക്കാൻ പോകുന്നത്. 80 കോടി രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്നൊരു ഓവർ ഡ്രാഫ്റ്റ്, 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സർക്കാർ പണം തരുമ്പോൾ ആ പണം തിരിച്ചടയ്ക്കും. ഇതൊരു ചെറിയൊരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. സർക്കാർ പണം തരുമ്പോൾ അത് തിരിച്ചടയ്ക്കും. പിന്നെ KSRTCയുടെ മുഴുവൻ കളക്ഷനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകും. അങ്ങനെ നൽകിക്കൊണ്ട് ഈ ഓവർ ഡ്രാഫ്റ്റ് പരമാവധി കുറച്ചുപയോഗിച്ചുകൊണ്ട് ഏറ്റവും കുറച്ച് പലിശ വരത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ശൈലിയായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ 90 ഇതുവരെ KSRTC ഞാൻ ഈ വർഷം മന്ത്രിയായി ചുമതല എടുത്തിട്ട് ഏതാണ്ട് 1 വർഷവും 2 മാസവുമായിട്ടുള്ളത്. ഇത് 3-ാമത്തെ മാസമാണ്. ഡിസംബറിലാണ് ഞാൻ, ജനുവരി 1 തൊട്ട് മുമ്പാണ് ഞാൻ മന്ത്രിയായിട്ട് വരുന്നത്. 2023 ഇപ്പോൾ നമ്മൾ
പെൻഷൻ ബെനിഫിറ്റ്, റിട്ടയർ ചെയ്ത ജീവനക്കാർക്കുള്ള പെൻഷന് വേണ്ടി പണം മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം എടുത്ത ഒരു വളരെ കൃത്യമായ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ 2023 മെയ് മാസം വരെയുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് നമുക്ക് നൽകാൻ കഴിഞ്ഞില്ല. മെയ് മാസം പൂർത്തിയായി എന്ന് തന്നെ പറയാം. അതുവരെ പെൻഷനായ ആൾക്കാർക്കെല്ലാം പെൻഷനറി ബെനിഫിറ്റ് കൈമാറിയിട്ടുണ്ട്. വേറെ സർവീസ് റെക്കോർഡിൽ എന്തെങ്കിലും തകരാറുകളില്ലാത്ത എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അടുത്ത ജൂൺ മാസത്തോടുകൂടി വീണ്ടും അത് കൊടുക്കുമ്പോഴേക്കും ഒരു നല്ല 2024 വരാൻ വളരെ വേഗത്തിൽ കഴിയും. കാരണം ജൂൺ മാസം ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ റിട്ടയർമെൻറ്റ് വരുന്നത്. അപ്പോൾ ആ റിട്ടയർമെൻറ്റ് ഇപ്പോൾ മെയ് മാസം 2023 മെയ് വരെ പെൻഷൻകാരുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു ജൂണിലേക്ക് കിടക്കുമ്പോഴേക്കും പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഒരു ദിവസം ഏതാണ്ട് എത്ര കോടി രൂപ മാറ്റി വയ്ക്കുന്നു പെൻഷന് വേണ്ടിയിട്ട്? പെൻഷൻ ഒരു പ്രത്യേക അക്കൗണ്ടിൽ വരുമാനത്തിന്റെ 5% നമ്മൾ എല്ലാ ദിവസവും മാറ്റി വയ്ക്കുകയാണ്. അത് കൃത്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയിട്ടുള്ള ഒരു സീനിയോറിറ്റി ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നീതിപൂർവമായി ഒരാളെയും മറികടക്കാതെ കൃത്യമായി കൊടുക്കുന്നത് കൊണ്ടാണ് 2023 മെയ് വരെ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ 2024 ഓഗസ്റ്റോ സെപ്റ്റംബർ വരെയൊക്കെ വളരെ വേഗത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഇനി അങ്ങോട്ട് ഈ പെൻഷൻ ആൾക്കാരുടെ എണ്ണം മെയ് മാസത്തിൽ കഴിഞ്ഞു. ഇനി ജൂൺ മാസം തൊട്ട് പെൻഷൻ ആവുന്നവരുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ആ എണ്ണം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ ഒരു 2-3 മാസത്തിനുള്ളിൽ നമുക്കവിടെ ഓടിയെത്താൻ പറ്റും. പിന്നെ 2024 മാർച്ച് ഏപ്രിൽ മെയ്യിലായിരിക്കും ഏറ്റവും കൂടുതൽ പെൻഷൻ വരുന്നത്. അത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ പെൻഷൻ ആവുന്നവർക്ക് ഉടൻ തന്നെ ആനുകൂല്യം കിട്ടത്തക്ക രീതിയിൽ KSRTC എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ അവർക്ക് അവരുടെ PF മാർച്ച് വരെയാണ് ഈ പെൻഷൻ കൊടുത്തിരിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മെയ് കഴിയുമ്പോൾ എല്ലാം സ്പീഡാവും. പിന്നെ റിട്ടയർമെൻറ്റ് ജീവനക്കാരുടെ PF ആനുകൂല്യങ്ങൾ 2023 മെയ് വരെയുള്ളത് കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഏതാണ്ട് ഈ ഒരു വർഷം 91 കോടി രൂപ ഈ രണ്ടിനത്തിലുമായി 91,44 ലക്ഷം രൂപ KSRTC ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ ബാങ്കുകളിൽ എടുത്ത ലോണുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് 30,41 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ പ്രോവിഡന്റ് ഫണ്ട് എല്ലാം പ്രോംപ്റ്റായി വരികയാണ്. കാരണം എല്ലാം ഓർഡറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറച്ച് സമയം കൂടെ കിട്ടുമ്പോഴേക്കും ഇതെല്ലാം പ്രോംപ്റ്റ് ആവും, അപ് ടു ഡേറ്റ് ആവും. ഇത് KSRTC CMDയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള ഒരു മാനേജ്മെന്റ് രംഗത്ത് എടുത്തിട്ടുള്ള വളരെ നല്ല ഒരു ശുഷ്കാന്തിയോടുള്ള പ്രവർത്തനം, ആ അടുക്കും ചിട്ടയോടുള്ള പ്രവർത്തനമാണ് KSRTC ഒരു പ്രത്യേക ഭരണ സംവിധാനത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. CMD എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹം പ്രമോദ് ശങ്കർ വന്നതിന് ശേഷം അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യതയോടെ പെരുമാറിയതിൻ്റെ ഭാഗമായി നമുക്ക് ബാങ്കുകളുടെ ഞാൻ പറഞ്ഞല്ലോ, ബാങ്കുകളിൽ നിന്ന് എടുത്ത ലോണുകൾ അടയ്ക്കാതാവുക, അതിൻ്റെ പേരിൽ അവരെ വീട്ടിലേക്ക് ജപ്തി വരിക, ഇങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ജീവനക്കാരുടെ പ്രശ്നമുണ്ട്. അതിന് തന്നെയാണ് 30 കോടി രൂപ അടച്ചു തീർത്തിരിക്കുന്നത്. 30 കോടിയിൽ ഏതാണ്ട് ഈ ഒരു വർഷത്തിനിടയിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ച പണം പല സ്ഥലത്തും പ്രോവിഡന്റ് ഫണ്ട് അടക്കം അടയ്ക്കാതിരുന്ന എല്ലാം അടച്ച വകയിൽ തന്നെ 262 കോടി രൂപ 262.94 കോടി രൂപ KSRTCക്ക് അടച്ചു തീർക്കാൻ കഴിഞ്ഞു. ഈ ഒരു വർഷവും ഈ 2 മാസം അതായത് 1/1/2024 മുതൽ 31/1/2025 വരെ KSRTC എടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് 262.94 കോടി രൂപ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അവരുടെ മുൻകാല കുടിശ്ശികകളും എല്ലാം അടച്ചു തീർക്കാൻ വേണ്ടി KSRTC മാറ്റിവെച്ച് നൽകിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോംപ്റ്റായി വരും. ഇപ്പോൾ എനിക്ക് ജീവനക്കാരുടെ അഭ്യർത്ഥനയുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ഞാൻ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കണം. അന്ന് 2-3 പീസായിട്ടാണ് കൊടുത്തിരുന്നത്. ഒരുമിച്ച് ശമ്പളം കൊടുക്കണം. 1-ാം തീയതി ശമ്പളം കൊടുക്കണം. ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിലെങ്കിലും കൊടുക്കണമെന്ന് അദ്ദേഹം എന്നോട് നിർബന്ധമായി പറഞ്ഞിരുന്നു. അദ്ദേഹം ഏൽപ്പിച്ച ഒരു ചുമതല നിർവഹിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. ഭരണപക്ഷ പ്രതിപക്ഷമില്ല, വ്യത്യാസമില്ലാതെ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. KSRTC ജീവനക്കാരെന്ന് പറയുന്ന KSRTC എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഭാഗമാണ്. പലരും പറയും പല പരിഷ്കാരങ്ങളും കൊണ്ടുവരുമ്പോൾ അതെല്ലാം പറയുന്നത് എന്താ, ശമ്പളം കൊടുക്കുന്നില്ല. ആ പ്രശ്നം തീർന്നു. 1-ാം തീയതി ശമ്പളം കൊടുക്കുക എന്നുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ഞാൻ സൂചിപ്പിച്ചിരുന്നു. 1-ാം തീയതി ശമ്പളം കൊടുക്കാനുള്ള എല്ലാ നടപടിയും റെഡിയായി വരുന്നു. ഇത് പറയുമ്പോൾ ഞാൻ വെറുതെ പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ സന്തോഷത്തോടെ പറയട്ടെ,
KSRTCയിലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും എല്ലാം സഹകരണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അകമഴിഞ്ഞ നിലയിൽ ധനകാര്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ അനുകൂലത്തോടെ ജീവനക്കാർക്ക് ആ കാര്യങ്ങളിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ധനകാര്യമന്ത്രി വളരെ നല്ല നിലയിൽ KSRTC സഹായിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് ചെയ്യാൻ കഴിയുന്നത്. നമ്മളിനി കൃത്യമായി ശമ്പളം കൊടുക്കും.